നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ LGSന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ കേരള ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തുള്ള നമ്മൾ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തീർത്തിട്ടുണ്ടായിരുന്നു. അടിസ്ഥാന വിവരങ്ങൾ കഴിഞ്ഞതാണ്. അടുത്തത് നദികൾ എന്ന ഭാഗമാണ്. കായലുകളില്ല, നദികൾ എന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൻ്റെ ബേസിക് ഫാക്റ്റ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഏകദേശം എത്ര നദികളുണ്ട്? 44 നദികളാണുള്ളത് അല്ലേ? അപ്പോൾ ആ നദികളെക്കുറിച്ചൊക്കെ നോക്കിയാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? ഏത് നദിയാ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി? ഓപ്ഷൻ എ ആണ്, മുല്ലയാറാണ്. പെരിയാർ നദിയോട് ആദ്യം ചേരുന്ന പോഷക നദി ചോദിച്ചാൽ ഏതാ? മുല്ലയാറാണ്. രണ്ടാമത്തെ ചോദ്യം: ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാ? ഓപ്ഷൻ ഡി ആണ്, പെരിയാറാണ്. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പെരിയാറിന്റെ തീരത്താണ്. ഇനി പെരിയാർ നദി ഒഴുകുന്നത് ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? പെരിയാർ നദി ഒഴുകുന്നത് ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? ഏതൊക്കെയാ? ഇടുക്കിയിലൂടെയും അതേപോലെ എറണാകുളം ജില്ലയിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? പെരിയാർ നദി ഒഴുകുന്നത്. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഇടുക്കിയും എറണാകുളവുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഏത് നദിയിലാ? ഓപ്ഷൻ ബി ആണ്, പെരിയാർ നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? ഏത് നദിയിലാ? ഓപ്ഷൻ സി, പെരിയാർ നദിയിൽ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാ, പെരിയാർ നദിയാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാ? പെരിയാർ തന്നെയാണ്. ഓപ്ഷൻ എ, പെരിയാർ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാലും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ചോദിച്ചാലും ഇത് തന്നെയാ, പെരിയാർ നദിയാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ഏത് നദിക്ക് കുറുകെയാ? പെരിയാർ നദിക്ക് കുറുകെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാ? പെരിയാർ നദിക്ക് കുറുകെയാണ്. ഇനി കേരളത്തിൽ എത്ര നദികളുണ്ട്? കേരളത്തിൽ എത്ര നദികളുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 44 നദികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇനി പെരിയാറിന്റെ പതന സ്ഥാനം എവിടെയാണ്? പെരിയാറിന്റെ പതന സ്ഥാനം, പെരിയാർ നദി പതിക്കുന്നത് എവിടെയാ? ഓപ്ഷൻ എ ആണ്, വേമ്പനാട്ട് കായലിലാണ് കേട്ടോ. വേമ്പനാട്ട് കായലിലാണ് പെരിയാർ നദി പതിക്കുന്നത്. പെരിയാർ നദി പതിക്കുന്നത് എവിടെയാ? വേമ്പനാട്ട് കായലിലാണ്. ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിൽ 44 നദികളുണ്ടെന്ന് പറഞ്ഞു. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുണ്ട്, അതുപോലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? 3 നദികളാണ് അല്ലെ? 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളുള്ളത്. ഏതൊക്കെയായിരുന്നു? കബനി, ഭവാനി, പാമ്പാർ അല്ലെ? ഈ 3 നദികൾ എങ്ങോട്ട് ഒഴുകുന്നത്? കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. ബാക്കിയൊക്കെ എങ്ങോട്ട് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ്. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കിഴക്കോട്ട് നമ്മൾ പറഞ്ഞു 3 എണ്ണമാണ്. ടോട്ടൽ 44 നദികളാണുള്ളത്. അപ്പോൾ ബാക്കി എത്രയായിരിക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? ഓപ്ഷൻ എ ആണ്, 41 നദികളാണ് അല്ലേ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? 41 നദികളാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മൾ പറഞ്ഞു പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഏതാ? പെരിയാർ നദിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാ? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി
ഏത് നദിയാ? മഞ്ചേശ്വരം പുഴയാണ്. ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ചോദിച്ചാൽ ഏതാ? മഞ്ചേശ്വരം പുഴയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാ? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാ? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും ഏത് തന്നെയാ? മഞ്ചേശ്വരം പുഴയാണ്. ഇനി 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിൽ എത്ര നദികളുണ്ട്? 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? എത്ര നദികളുണ്ട്? 11 നദികളുണ്ട്. ഓപ്ഷൻ സി ആണ്. 11 നദികളാണ് കേരളത്തിൽ 100 കിലോമീറ്റർ അധികം നീളമുള്ള നദികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാ? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാ? ദക്ഷിണ ഭാഗീരഥി. ഓപ്ഷൻ എ ആണ് പമ്പയാട്ടോ. പമ്പ നദി അറിയപ്പെടുന്ന പേരാണെന്ത്? ദക്ഷിണ ഭാഗീരഥി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? പമ്പ നദി. ഇനി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ? കുറ്റ്യാടിപ്പുഴയാണ്. ഓപ്ഷൻ ഡി കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? കുറ്റ്യാടിപ്പുഴ. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എവിടെയാ? കാസർഗോഡ് ജില്ലയാട്ടോ. ഓപ്ഷൻ ഡി ആണ്. കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ? കാസർഗോഡ് ജില്ലയിലാണ്. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ? തൂതപ്പുഴയാണ്. ഓപ്ഷൻ സി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ? തൂതപ്പുഴയാണ്. ഇനി സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്നാണെങ്കിൽ തൂതപ്പുഴയാണ്. അങ്ങനെയാണെങ്കിൽ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി അതേതാ? അത് ഓപ്ഷൻ ബി ആണ്. കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാ? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിൽ തൂതപ്പുഴ, സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണെങ്കിൽ കുന്തിപ്പുഴ. ഇനി 22ാമത്തെ ചോദ്യം, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? അയിരൂർ പുഴയാണ്. ഓപ്ഷൻ എ ആണ് അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാ? അയിരൂർ പുഴയാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാ? പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാ? പെരിയാറാണ്. ഇനി മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായിട്ട് പെരിയാർ നദി വേർപിരിയുന്ന സ്ഥലം എവിടെയാണ്? എവിടെ വെച്ചിട്ടാണ് പെരിയാർ നദി മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിഞ്ഞു പോകുന്നത്? എവിടെ വെച്ചിട്ടാ? ആലുവയിൽ വെച്ചിട്ടാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ വെച്ചിട്ടാണ് പെരിയാർ നദി എന്തായി മാറുന്നത്? മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നത്. ഇനി പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? ഏത് വർഷ? AD 1341 ഓപ്ഷൻ ബി ആണ്. 1341 AD 1341 പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായത്. ഇനി പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാണ്? പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാണ്? ഏതാ? കൊടുങ്ങല്ലൂർ തുറമുഖമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണേത്? കൊടുങ്ങല്ലൂർ തുറമുഖം. ഇനി പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരെന്താണ്? ഏത് പേരിലാ? ഓപ്ഷൻ ഡി ആണ് 99 വെള്ളപ്പൊക്കം എന്നാണ്. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരെന്താ? 99 വെള്ളപ്പൊക്കം എന്നാണ്. ഇനി കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാ? കേരളത്തിന്റെ നൈല് എന്നറിയപ്പെടുന്ന നദി ഏതാ? ഓപ്ഷൻ ഡി ആണ് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാ? ഭാരതപ്പുഴയാണ്. ഇനി ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയ വ്യക്തി ആരാ? ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയ വ്യക്തി ആരാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഏത് നദിക്കാ പേര് നൽകിയത്? ഭാരതപ്പുഴയ്ക്ക് എന്ത് പേര് നൽകി? ശോകനാശിനി പുഴ. ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തിയാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്. ഇനി ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം എവിടെയാണ്? ഭാരതപ്പുഴ
അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ ഏതാ? പൊന്നാനിയാണ് കേട്ടോ. ഓപ്ഷൻ സി പൊന്നാനിയാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം അല്ലെങ്കിൽ പതിക്കുന്ന സ്ഥലം ഏതാ? പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാ? ഭാരതപ്പുഴയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഇത് ഭാരതപ്പുഴ. എത്ര കിലോമീറ്റർ ഉണ്ട്? 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായിട്ടുള്ള ഭാരതപ്പുഴയുടെ നീളം ചോദിച്ചാൽ എത്ര? 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആനമലയിൽ വെച്ചാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടുന്ന? ആനമലയിൽ വെച്ചിട്ടാണ്. അതേപോലെ പിന്നെ ഒഴുകുന്ന ജില്ലകൾ എങ്ങാനും ചോദിക്കാം. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ 3 ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏതൊക്കെയാ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. അതുപോലെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നുണ്ട്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാ? ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാ? ഭാരതപ്പുഴയാണ്. അതുപോലെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ആലുവ പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ? ആലുവ പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ? പെരിയാറാണ് കേട്ടോ. ഓപ്ഷൻ ഡി പെരിയാറാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ഇത് പെരിയാർ നദി. പെരിയാർ നദി നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിരുന്നു ഇത് പെരിയാർ നദി. പെരിയാർ നദിയുടെ നീളം എത്രയാണെന്നറിയോ? 244 കിലോമീറ്റർ ആണ്. പെരിയാർ നദിയുടെ നീളം എത്രയാ? 244 കിലോമീറ്റർ ആണ്. അതുപോലെ പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനം ചോദിച്ചാൽ സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ വെച്ചാട്ടോ. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ വെച്ചിട്ടാണ് ഏത് ഉത്ഭവിക്കുന്നത്? പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ്. അതുപോലെ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി ഏതാന്ന് വെച്ചാൽ ഏതാ? പെരിയാർ തന്നെയാണ് കേട്ടോ. പെരിയാറാണ് ചൂർണി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാ? കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദി ഏതാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെരിയാർ നദിയാണ് അല്ലെ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് പെരിയാർ നദി. ഇനി ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണ്? ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി ഏതാ? പെരിയാർ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ സി പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് ഇത് പെരിയാർ. ഇനി പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി ഏതാണ്? പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ് കുന്തിപ്പുഴയാണ്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദിയാണ് ഇത് കുന്തിപ്പുഴ. കുന്തിപ്പുഴയുടെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഇത് കുന്തിപ്പുഴ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മൾ പറഞ്ഞു ഏതാ? പെരിയാർ നദിയാണ്. 244 കിലോമീറ്റർ ആണ് നീളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഏതാ? പെരിയാർ നദിയാണ്. ഇനി മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി ഏതാണ്? മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി ഏതാണ്? ഏതാ? കുന്തിപ്പുഴയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കുന്തിപ്പുഴ. നമുക്കറിയാം സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്നതിനാൽ എന്താണ്? മലിനീകരണം വളരെ കുറവാണ്. ഓർത്തു വെക്കുക, കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് ഏത്? കുന്തിപ്പുഴ. ഇനി അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി ഏതാ? അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന കേരളത്തിലെ നദി ഏതാ? പെരിയാറാണ്. പെരിയാറാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് ഇത് പെരിയാർ നദി. ഇനി പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലം ഏതാണ്? പ്രസിദ്ധമായ മാമാങ്കം എന്ന ആഘോഷം നടന്നിരുന്ന സ്ഥലം എവിടെ വെച്ചായിരുന്നു? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു മാമാങ്ക ആഘോഷം നടന്നിരുന്നത്. അത് ഏത് സ്ഥലത്ത് വെച്ചാന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലമാണ് ഇത് തിരുനാവായ. ഇനി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താ? ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് എന്താ? ശോകനാശിനി പുഴ എന്നാണ് കേട്ടോ. ശോകനാശിനി പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണെന്ത്? ശോകനാശിനി പുഴ. ഈ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയതാരായിരുന്നു? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇനി മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? ഏതാ? മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് ഉള്ളത്? ഭാരതപ്പുഴയിലാട്ടോ. ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന
നദി ഏതാന്ന് വെച്ചാൽ ഏതാ? ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ എന്തെന്നറിയപ്പെടുന്നുണ്ടെന്ന് അറിയോ? നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് ഭാരതപ്പുഴ. ഓർത്തു കേട്ടോ, നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഇത് ഭാരതപ്പുഴ. ഇനി നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. ഓപ്ഷൻ ഡി, MT വാസുദേവൻ നായരാണ് എന്തറിയപ്പെടുന്നത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. നിള എന്നറിയപ്പെടുന്ന നദി ഏതാ നമ്മൾ പറഞ്ഞു? ഭാരതപ്പുഴയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാ? MT വാസുദേവൻ നായരാണ്. ഒരാളെയും കൂടി പഠിച്ചു വെക്കുക. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? P കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? P കുഞ്ഞിരാമൻ നായർ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഏതാ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്? ഓപ്ഷൻ ബി ആണ് മലമ്പുഴ അണക്കെട്ടാട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചോദിച്ചാൽ ഏതാ? മലമ്പുഴ അണക്കെട്ടാണ്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, ചെറുതുരുത്തിയിലാണ് അല്ലെ? ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്, ചെറുതുരുത്തി. ഇനി പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി ഏതാ? പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി ഏതാ? ഏതാ? കണ്ണാടിപ്പുഴയാട്ടോ. കണ്ണാടിപ്പുഴ. ഓപ്ഷൻ എ കണ്ണാടിപ്പുഴ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് ഇത്, കണ്ണാടിപ്പുഴ. ഇനി കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? ഏത് നദിയിലാ? ഓപ്ഷൻ ബി ആണ്, ഭാരതപ്പുഴയിലാട്ടോ. ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത്. ഏത് നദിയിലാന്ന് വെച്ചാൽ ഏതാ? ഭാരതപ്പുഴയിലാണ്. ഓർത്തുവെക്കുക, ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അങ്ങനെ 4 നദികൾ ഓർത്തു വെക്കുക. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഈ 4ആണ് എന്ത്? ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തു വെക്കുക, ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെ? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അതുപോലെ ഈ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നതാണ് ഇത്, കണ്ണാടിപ്പുഴ കേട്ടോ. കണ്ണാടിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? ചിറ്റൂർ പുഴ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്ന സ്ഥലം ഏതാണ്? ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്ന സ്ഥലം ഏതാണ്? എവിടെ വെച്ചിട്ടാ? മായന്നൂർ വെച്ചിട്ടാണ് കേട്ടോ. മായന്നൂര്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്ന സ്ഥലമാണ് ഇത്, മായന്നൂര്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏതാണ്? ഏതാ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി? അത് പമ്പയാണ് കേട്ടോ. ഓപ്ഷൻ സി പമ്പയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ നദിയാണ് ഇത്, പമ്പ നദി. ഓർത്തു വെക്കുക, 176 കിലോമീറ്റർ ആണ് ഇത് പമ്പ നദിയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ നദി. പമ്പ നദിയുടെ നീളം ചോദിച്ചാൽ എത്രയാ? 176 കിലോമീറ്റർ ആണ്. ഇനി പമ്പ നദി ഉത്ഭവിക്കുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ പുളിച്ചിമലയിലാട്ടോ. പീരുമേട് പീഠഭൂമിയിലെ ഇടുക്കി ജില്ലയിലുള്ള പീരുമേട് പീഠഭൂമിയിൽ നിന്ന് പുളിച്ചിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? പമ്പ നദി ഉത്ഭവിക്കുന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നീളം എത്ര കിലോമീറ്റർ? 176 കിലോമീറ്റർ ആണ്. ഇനി ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാ? പമ്പ നദിയുടെ തീരത്താണ് അല്ലേ? പമ്പ നമ്മുടെ പുണ്യനദി എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണിത്, പമ്പ നദി. ഇനി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതാണ്? പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാ? ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് പമ്പ നദി. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ട നദിയാണ് ഇത്, പമ്പ നദി. ഇനി തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാ? പമ്പ നദിയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് ഇത്, പമ്പ നദി. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ട നദിയാണ് ഇത്, പമ്പ നദി. ഇനി പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പമ്പയുടെ ദാനം എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാ? പമ്പയുടെ ദാനം കുട്ടനാടാണ് അല്ലേ? ഓപ്ഷൻ ബി കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? കുട്ടനാട്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാ? ഏതാ?
ഓപ്ഷൻ ബി ആണ് അല്ലേ, മാരാമൺ കൺവെൻഷൻ അല്ലേ, മാരാമൺ കൺവെൻഷൻ ആണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാ? മാരാമൺ കൺവെൻഷൻ ആണ്. ഈ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താ? പമ്പാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്, മാരാമൺ കൺവെൻഷനും. അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്ത് വെച്ചാണ്. ഓർത്തു വെക്കുക, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് ഇത് മാരാമൺ കൺവെൻഷൻ. അത് ഏത് നദിയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത്? പമ്പാ നദിയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രസിദ്ധമാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ട് തന്നെയാണ്? പമ്പാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്. ഇനി പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പെരുന്തേനരുവി. ഓപ്ഷൻ സി ആണ്, പമ്പാ നദിയിലാണ് ഇത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ് പെരുന്തേനരുവി? പാലരുവി കൊല്ലത്തും പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിൽ കേട്ടോ. പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്, അതുപോലെ പമ്പാ നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ഏതാണ്? മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം നമ്മൾ പറഞ്ഞു ഏതാ? പമ്പാ നദിയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത്. ഇനി ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത് അതും നമ്മൾ പറഞ്ഞു എവിടെയായിരുന്നു? പമ്പാ നദിയുടെ തീരത്ത് വെച്ചാണ് അല്ലേ. ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനം നടക്കുന്ന നദീതീരമാണിത് പമ്പാ നദിയുടെ തീരത്ത് വെച്ചാണ്. പമ്പാ നദിയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ മുന്നേ പറഞ്ഞ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. നമ്മൾ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ പമ്പാ നദിയിൽ പ്രധാനപ്പെട്ട 2 ഡാമുകളുണ്ട് ഓർത്തു വെക്കാൻ. ഒന്ന് ശബരി ഡാമും ഒന്ന് കക്കാട് ഡാമും കേട്ടോ. ഓർത്തു വെക്കുക, ശബരി ഡാമും കക്കാട് ഡാമും ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ്. അതുപോലെ പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക: അച്ഛൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. ഏതൊക്കെയാ? അച്ഛൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. ഇതാണ് ഇത് പമ്പയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ഓർത്തുവെക്കുക, പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? പത്തനംതിട്ടയുണ്ട്, ഇടുക്കിയുണ്ട്, ആലപ്പുഴയുണ്ട്. അപ്പോൾ പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം നമ്മൾ പറഞ്ഞു പെരുന്തേനരുവി. എവിടെയാ? പത്തനംതിട്ട ജില്ലയിലാണ്. പ്രധാനപ്പെട്ട 2 ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ശബരി ഡാമും കക്കാട് ഡാമും. പിന്നെ പ്രധാനപ്പെട്ട പോഷക നദികളും നമ്മൾ പറഞ്ഞു ഏതൊക്കെ? അച്ചൻകോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. ഇനി പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ 3 ഏതൊക്കെയാ? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി ഏതാ? ചാലിയാറാണ്. ചാലിയാർ. ഓപ്ഷൻ എ ചാലിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി ചോദിച്ചാൽ ഏതാ? ചാലിയാറാണ്. നീളം ഓർത്തു വെക്കുക, 169 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ് ഇത് ചാലിയാർ നദി. ഇതിന് എത്ര കിലോമീറ്റർ ഉണ്ട് നീളം? 169 കിലോമീറ്റർ ആണ്. ഇനി ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടുന്ന? വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. നീളം എത്രയാ? 169 കിലോമീറ്റർ. പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ് ഇത് ചാലിയാർ നദി. ഇനി ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ? ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ? നമ്മുടെ ചാലിയാർ തന്നെയാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാ? ചാലിയാർ തന്നെയാണ്. ഇനി ചാലിയാർ ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ചാലിയാർ ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ ഒരു സംഘടിത പ്രക്ഷോഭമായിരുന്നു ഇത് ഈ ചാലിയാർ പ്രക്ഷോഭം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തു നോക്കുക, കേരളത്തിലെ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ഇത് ചാലിയാർ പ്രക്ഷോഭം. അപ്പോൾ ഈ ചാലിയാർ ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ KA റഹ്മാനാണ് കേട്ടോ. ഓപ്ഷൻ എ KA റഹ്മാനാണ്. ചാലിയാർ ലഹളക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? KA റഹ്മാന്. എന്താ ചാലിയാർ പ്രക്ഷോഭത്തിന്റെ പ്രത്യേകത? കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ഇത് ചാലിയാർ പ്രക്ഷോഭം. ഇനി കേരളത്തിലെ ഏറ്റവും മലിനീകരണപ്പെട്ട നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഇത് ഇടയ്ക്കിടയ്ക്ക് മാറി വരാറുണ്ട്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ചാലിയാറായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് എന്തായിട്ടുണ്ട്? പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരിയാറെന്നും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യാന്നറിയോ? ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണോ PSCക്ക് വരുന്നത്. അതായത് ചാലിയാറും പെരിയാറും ഏറ്റവും മലിനീകരണപ്പെട്ട നദികളെന്ന് പറയുന്നുണ്ട്. നിലവിൽ പെരിയാറെന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് പഠിക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക എവിടെന്നെങ്കിലും ഒന്ന്. ഇനി 61ാമത്തെ ചോദ്യം, ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? നമ്മൾ പറഞ്ഞു ഈ പെരിയാർ ഏറ്റവും മലിനീകരണപ്പെട്ട നദിയാകുന്നതിന് മുമ്പ് ഏറ്റവും മലിനമായ നദി എന്നറിയപ്പെട്ടത് ചാലിയാറായിരുന്നു. അപ്പം അതിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതായിരുന്നു?
ഏതാ? ഗ്വാളിയോർ റയോൺസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഗ്വാളിയോർ റയോൺസ്. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായിരുന്ന ഫാക്ടറി ആയിരുന്നു ഇത് ഗ്വാളിയാർ റയോൺസ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി ഏതാണ്? ഏതാ? ചാലക്കുടി പുഴ കേട്ടോ. ചാലക്കുടി പുഴ. ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ഇത് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ നീളം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 145.5 കിലോമീറ്റർ ആട്ടോ. 145.5 കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയായിട്ടുള്ള ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത്. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ചോദിക്കാം, ആനമലയിൽ വെച്ചിട്ടാണ്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാ? ആനമലയിൽ വെച്ചിട്ടാണ്. ഇനി ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഇത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഇത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഏത് നദിയിലാ? ചാലക്കുടി പുഴയിലാണ്. ഈ ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ചോദിക്കാന്നുണ്ടെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം കേട്ടോ. 3 ജില്ലകളിലൂടെയാണ് നമ്മൾ ചാലക്കുടി പുഴ ഒഴുകുന്നത്. ഏതൊക്കെയാ? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഇനി അടുത്തത് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? ഏതാ? ചാലക്കുടി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ചാലക്കുടി പുഴയാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചോദിച്ചാൽ ഏതാ? ചാലക്കുടി പുഴയാണ്. ഇനി പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിയിലാ? പെരിങ്ങൽകുത്ത് ഓപ്ഷൻ സി അല്ലേ? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ ഏതാ? ചാലക്കുടിയാണ്. ഇനി ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി എവിടെയാ? ഷോളയാർ. അതും ഏത് തന്നെയാ? ചാലക്കുടി പുഴയിലാണ് അല്ലേ? ഓപ്ഷൻ ബി ചാലക്കുടി പുഴയിലാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാ? ചാലക്കുടി പുഴയിലാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണ്? ഏതാ? അതും ഏത് തന്നെയാ? ചാലക്കുടി പുഴയാട്ടോ. ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചാൽ ഏതാ? നമ്മുടെ ചാലക്കുടി പുഴയാണ്. അപ്പോൾ എന്തൊക്കെയാ ചാലക്കുടി പുഴയെക്കുറിച്ച് നമ്മൾ പഠിച്ചത്? കേരളത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ഏത്? ചാലക്കുടി പുഴ. നീളം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 145.5 കിലോമീറ്റർ. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ വെച്ച്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഇനി ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ഏതൊക്കെ? ആതിരപ്പള്ളി, വാഴച്ചാല്, പെരിങ്ങൽകുത്ത്. ഓർത്തു വെക്കുക, ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ഏതൊക്കെ? ആതിരപ്പള്ളി, വാഴച്ചാല്, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായിരുന്നു ഏത്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇനി ഓർത്തു വെക്കുക, ജലസേചനത്തിനായിട്ട് ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മൊഴി ഡാം. ജലസേചനത്തിനായിട്ട് ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണിത് തുമ്പൂർ മൊഴി ഡാം. അതുപോലെ കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ് വൈന്തല. എന്താ പ്രത്യേകത? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വൈന്തലയാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാ? വൈന്തലയാണ്. ഏത് നദിയിലാ? ചാലക്കുടി പുഴയിലാണ്. ഇനി ഈ ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെയാ? അത് പെരിയാറിലാട്ടോ. പെരിയാർ നദിയിലാണ് ഏത് പതിക്കുന്നത്? ചാലക്കുടി പുഴ പതിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, നെയ്യാറിന്റെ നീളം എത്രയാ? നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് ഏത്? നെയ്യാർ എന്ന് പറയുന്നത്. നെയ്യാറിന്റെ നീളം എത്രയാ? 56 കിലോമീറ്റർ ആട്ടോ. 56 കിലോമീറ്റർ. നെയ്യാറിന്റെ നീളം എത്രയാ? 56 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് ഏത്? നമ്മുടെ നെയ്യാർ എന്ന് പറയുന്നത്. നെയ്യാറിന്റെ നീളം എത്രയാ? 56 കിലോമീറ്റർ ആണ്. ഇനി നെയ്യാറിന്റെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? നെയ്യാറിന്റെ ഉത്ഭവ സ്ഥാനം എവിടെയാ? അഗസ്ത്യമലയാണ്. ഓപ്ഷൻ ഡി അഗസ്ത്യമലയാണ്. അഗസ്ത്യമല നമ്മുടെ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ വെച്ചിട്ടാണ് ഏത് ഉത്ഭവിക്കുന്നത്? നെയ്യാർ നദി ഉത്ഭവിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നമ്മളിപ്പോൾ പറഞ്ഞു, ഏതായിരുന്നു? നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് ഏത്? നെയ്യാർ നദി.
ഇനി നെയ്യാർ പതിക്കുന്ന കടലേതാണ്? നെയ്യാർ നദി പതിക്കുന്ന കടലേതാണ്? ഏത് കടല? അറബിക്കടലിലാണ് അല്ലെ? അറബിക്കടലിലാണ് നെയ്യാർ നദി പതിക്കുന്ന കടൽ ഏതാ? അറബിക്കടലിലാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണേത്? നെയ്യാർ നദി. നീളം എത്രയാ? 56 കിലോമീറ്റർ. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയായിരുന്നു? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ്. ഇനി നെയ്യാറിന് പ്രധാനപ്പെട്ട 2 പോഷക നദികളുണ്ട്. ഒന്ന് കല്ലാറും 2 കരവലിയാറും. നെയ്യാറിന്റെ പോഷക നദികളാണ് ഏതൊക്കെ? കല്ലാറും കരവലിയാറും. വേറൊരു പ്രത്യേകതയുണ്ട് നെയ്യാർ നദിക്ക്. എന്താ? ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താന്ന് വെച്ചാൽ ഏതാ? നെയ്യാർ നദിയുടെ തീരത്തായിരുന്നു. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? നെയ്യാർ നദിയുടെ തീരത്താണ്. നെയ്യാർ നദി പതിക്കുന്ന കടൽ നമ്മൾ പറഞ്ഞു ഏതാ? അത് അറബിക്കടലുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാ? മഞ്ചേശ്വരം പുഴയാണ് അല്ലെ? ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് ഇത്? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര കിലോമീറ്ററാണ്? മഞ്ചേശ്വരം പുഴയുടെ ഏറ്റവും നീളം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര കിലോമീറ്ററാണ്? എത്രയാ? 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാ? 16 കിലോമീറ്റർ ആണ്. ഇനി മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ്? മഞ്ചേശ്വരം പുഴ എവിടെയാണ് പതിക്കുന്നതെന്ന്? എവിടെയാ പതിക്കുന്നത്? ഉപ്പളക്കായൽ അല്ലെ? ഓപ്ഷൻ സി ഉപ്പളക്കായലിലാണ്. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാ? ഉപ്പളക്കായലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഏതാ? മഞ്ചേശ്വരം പുഴയാണ് അല്ലെ? ഓപ്ഷൻ എ ആണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് ഇത്? മഞ്ചേശ്വരം പുഴ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. എത്രയായിരുന്നു നീളം? 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ഓർത്തുവെക്കുക, ബാലപ്പോണി കുന്നുകളിൽ നിന്നാണ്. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? ബാലപ്പോണി കുന്നുകളാണ്. ഇനി മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം എവിടെയാ? ഉപ്പളക്കായൽ അല്ലെ? കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലിലാണ്. ഇനി മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെയാ? മയ്യഴിപ്പുഴ പതിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ? പിന്നെ അറബിക്കടലിലാണ് അല്ലെ? അറബിക്കടലിലാണ് ഏത് പതിക്കുന്നത്? മയ്യഴിപ്പുഴ പതിക്കുന്നതെന്ന കാര്യം ഓർത്ത് നോക്കുക. ഇനി കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനലാണ് ഏത്? മയ്യഴിപ്പുഴ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? മയ്യഴിപ്പുഴ. ഇനി മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഏതാ? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അല്ലെ? ഓപ്ഷൻ ബി ആണ്. എം മുകുന്ദനാണ് എന്നറിയപ്പെടുന്നത് മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ നമ്മുടെ മയ്യഴി പുഴയുടെ നീളം ചോദിക്കാന്നുണ്ടെങ്കിൽ 54 കിലോമീറ്റർ കേട്ടോ. 54 കിലോമീറ്റർ ആണ് ഏത്? മയ്യഴി പുഴയുടെ നീളം. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ചോദിച്ചാലും മയ്യഴിപ്പുഴയാണ് കേട്ടോ. മയ്യഴിപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണിത് മയ്യഴിപ്പുഴ. നീളം എത്ര കിലോമീറ്റർ? 54 കിലോമീറ്റർ ആണ്. ഇനി കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാ? ഓപ്ഷൻ ഡി ആണ് ചന്ദ്രഗിരിപ്പുഴ കേട്ടോ. ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരിപ്പുഴ. ഇനി മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാ? ചന്ദ്രഗിരിപ്പുഴയാണ്. ഓപ്ഷൻ എ ചന്ദ്രഗിരിപ്പുഴ. ഇനി കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ? കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ കേട്ടോ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാ? കുറ്റ്യാടിപ്പുഴയാണ്. ഇനി കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി
കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണേത്? മീനച്ചിലാറാണ് അല്ലേ? ഓപ്ഷൻ ഡി മീനച്ചിലാറ്. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണേത്? മീനച്ചിലാറ്. മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണേത്? കോട്ടയം. ഇനി അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ്? അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? ഏതാ? മീനച്ചിലാറാണ് അല്ലെ? ഓപ്ഷൻ എ മീനച്ചിലാറാണ്. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന നദിയാണ് ഇത് മീനച്ചിലാറ്. ഇനി ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് അഞ്ചരക്കണ്ടി അല്ലെ? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? അഞ്ചരക്കണ്ടി പുഴയാണ്. ഇനി അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. ഓപ്ഷൻ എ രാമപുരം പുഴ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ ഏതാ? രാമപുരം പുഴയാണ്. ഇനി കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാ? കോഴിക്കോടാണ് അല്ലെ? കോഴിക്കോടിലൂടെയാണ് ഇത് കല്ലായിപ്പുഴ ഒഴുകുന്നത്. ഇനി തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ചാലിപ്പുഴയാണ്. ഓപ്ഷൻ സി ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ചാലിപ്പുഴയിലാണ്. ഇനി പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നതിൽ പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ് ഇത്തിക്കരപ്പുഴയാണ്. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാ? ഇത്തിക്കരപ്പുഴയാണ്. ഇനി കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആറ്റുകാൽ ക്ഷേത്രമാണ്. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണേത്? ആറ്റുകാൽ ക്ഷേത്രം. ഇനി കർണാടകയിൽ വെച്ച് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന പ്രമുഖ നദി ഏതാ? കർണാടകയിൽ ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി ഏതാണ്? ഏതാ? വളപട്ടണമാണ്. ഓപ്ഷൻ ഡി വളപട്ടണമാണ്. കർണാടകയിൽ ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണേത്? വളപട്ടണം പുഴ. ഇനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൂന്നെണ്ണമാണെന്ന്. മൂന്നെണ്ണമാണ് ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. ഈ മൂന്ന് നദികളും എന്തിൻ്റെ പോഷക നദികളാ? കാവേരി നദിയുടെ പോഷക നദികളാണ് ഏത്? കബനിയും ഭവാനിയും പാമ്പാറും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതാണ്? അതായത് കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഏതാ? കബനിയാണ് അല്ലെ? വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന കബനിയാണ്. ഇനി കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഏതാ? കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത്? കപില. ഓപ്ഷൻ ബി, ഓപ്ഷൻ എ കപില. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? കപില. ഇനി കബനി ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ്? കബനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം, കബനി നദി ഉത്ഭവിക്കുന്നത് എവിടുന്ന? തൊണ്ടാർമുടിയാണ് കേട്ടോ. ഓപ്ഷൻ എ തൊണ്ടാർമുടിയിൽ വെച്ചാണ് ഏത്? കബനി നദി. കബനി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിലാണ്. ഇനി കബനി നദി പതിക്കുന്നത് എവിടെയാണ്? കബനി നദി പതിക്കുന്നത് എവിടെയാണ്? എവിടെയാ പതിക്കുന്നത്? കാവേരിയിലാണ് അല്ലെ? ഓപ്ഷൻ ഡി കാവേരിയിലാണ്. ഇനി കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം എവിടെയാണ്? കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം എവിടെ വെച്ചിട്ടാണ് ചേരുന്നത്? തിരുമക്കുടലാണ്. തിരുമക്കുടൽ. ഓപ്ഷൻ ഡി തിരുമക്കുടൽ. എന്താ പ്രത്യേകത? കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലമാണിത് തിരുമക്കടൽ. ഇനി ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബാണാസുര സാഗർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കബനി നദിയിലാണ്. ഓപ്ഷൻ ബി കബനി നദിയിലാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. അപ്പോൾ നമ്മൾ കബനി നദിയെക്കുറിച്ച് എന്തൊക്കെ പഠിച്ചു? കബനി നദിയാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് ഏത്? കബനി നദി. കബനി നദിയുടെ നീളം ഓർത്ത് വെക്കുക, 56.6 കിലോമീറ്റർ ആട്ടോ. 56.6 കിലോമീറ്റർ ആണ് ഇത് കബനി നദിയുടെ പ്രത്യേകത. അതുപോലെ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇത് കബനി നദി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇത് കബനി നദി. എന്നാൽ ഭവാനിയും പാമ്പാറും എങ്ങനെയാ? തമിഴ്നാട്ടിലേക്കാട്ടോ ഒഴുകുന്നത്.
തമിഴ്നാട്ടിൽ ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് ഇത് ഭവാനിയും പാമ്പാറും. പക്ഷെ കബനി എങ്ങനെയാ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്കാണ് ഏത് ഒഴുകുന്നത്, കബനി നദി ഒഴുകുന്നത്. വേറൊന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതായിരുന്നു, കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്നത് അത് വളപട്ടണം പുഴ അല്ലെ, വളപട്ടണം നദിയാണ് ഇത് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്നത്. അതുപോലെ കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാ, വയനാട് ജില്ല. കബനി നദിയുടെ ഉത്ഭവം നമ്മൾ പറഞ്ഞു വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിലാണ്. കബനി നദിയുടെ ഉത്ഭവം എവിടെയാ, വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിലാണ്. അതുപോലെ ഏതൊക്കെ നദികൾ കൂടി ചേർന്നിട്ടാണ് കബനി നദി രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമരം നദിയും അതുപോലെ മാനന്തവാടി നദിയും ചേർന്നിട്ടാണ് ഏത് നദി വരുന്നത്, കബനി നദി രൂപപ്പെടുന്നത്. അപ്പം പനമരം പുഴയും മാനന്തവാടി നദിയും ചേർന്നിട്ടാണ് ഏത് കബനി നദി രൂപപ്പെടുന്നത്. കബനി നദി അറിയപ്പെട്ട മറ്റൊരു പേരായിരുന്നു ഇത്, കപില. കബനി നദി അറിയപ്പെട്ട മറ്റൊരു പേരായിരുന്നു എന്ത്, കപില. കബനി നദി പതിക്കുന്നത് എവിടെയാ, കാവേരിയിലാണ്. കബനി നദി പതിക്കുന്നത് എവിടെയാ, കാവേരിയിലാണ്. ഇനി നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ, നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ, ഓപ്ഷൻ ബി ആണ് പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ, പി കുഞ്ഞിരാമൻ നായർ. ഇനി ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്, ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാ, ഓപ്ഷൻ സി ആണ് കണ്ണാടിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണിത് കണ്ണാടിപ്പുഴ. ഇനി ചാലിയാർ പതിക്കുന്ന ഏത് കടലിലാണ്, ചാലിയാർ നദി ഏത് കടലിലാണ് പതിക്കുന്നത്, ഏത് നദിയിലാണ് പതിക്കുന്നത്, ഏത് കടലിലാ, ഓപ്ഷൻ ബി ആണ് അറബിക്കടലിലാണ് അല്ലെ. ചാലിയാർ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള, വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള ഏതാണ്, ചാലിയാർ ലഹളയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ചാലിയാർ ലഹളയാണ്. ഇനി 101ാമത്തെ ചോദ്യം, കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്, കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്, എവിടെയാ, ഓപ്ഷൻ സിയിലാണ് കബനിയിലാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്, കബനി നദിയിലാണ്. ഇനി ഭവാനിയുടെ പ്രധാന പോഷക നദി ഏതാണ്, തന്നിരിക്കുന്നതിൽ ഭവാനിയുടെ പ്രധാന പോഷക നദി ഏതാ, ഓപ്ഷൻ എ ആണ് ശിരുവാണിയാണ്. ഓപ്ഷൻ എ ശിരുവാണി. ഭവാനി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഇത് ശിരുവാണി. ഇനി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാ, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് ശിരുവാണി. ഇനി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ്, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാ, ശിരുവാണി അണക്കെട്ടാണ് അല്ലെ. ശിരുവാണി അണക്കെട്ടാണ്. ഓപ്ഷൻ ബി ശിരുവാണി അണക്കെട്ട്. 105 മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്, മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്, ഏതിലാ, ഭവാനിയിലാണ്. ഓപ്ഷൻ സി ഭവാനിയിലാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാ, ഭവാനിയാണ്. ഇനി പാമ്പാർ നദി ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ്, പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ വെച്ചാണ്, പാമ്പാറിൻ്റെ ഉത്ഭവസ്ഥാനം ഏതാ, പാമ്പാർ ദേവികുളത്താണ്. ദേവികുളത്താണ്. ഓപ്ഷൻ ഡി ദേവികുളത്ത് വെച്ചാണ് ഏത് ഉത്ഭവിക്കുന്നത്, പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. ഇനി പാമ്പാറിൻ്റെ പതന സ്ഥാനം എവിടെയാണ്, പാമ്പാർ നദിയുടെ പതന സ്ഥാനം എവിടെയാ, പാമ്പാറിൻ്റെ പതന സ്ഥാനം എന്ന് പറയുന്നത് കാവേരിയിലാണ് അല്ലെ. ഓപ്ഷൻ എ കാവേരിയിലാണ്. കാവേരിയുടെ പോഷക നദിയാണ് ഏത്, പാമ്പാർ. അപ്പോൾ കാവേരി നദിയിലാണ് ഏത് പതിക്കുന്നത്, പാമ്പാർ നദി പതിക്കുന്നത്. ഇതിൻ്റെ നീളം ചോദിച്ചാൽ പാമ്പാറിൻ്റെ നീളം 31 കിലോമീറ്റർ ആട്ടോ. പാമ്പാറിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 കിലോമീറ്ററാണ്. ഉത്ഭവം നമ്മൾ പറഞ്ഞു എവിടെയാ, ദേവികുളം അല്ലെ. ദേവികുളത്തെ ആനമുടിയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്, നമ്മുടെ പാമ്പാർ ഉത്ഭവിക്കുന്നത്. ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് പാമ്പാർ നദിയിൽ, തൂവാനം വെള്ളച്ചാട്ടം. അതുപോലെ കുംഭകാരി വെള്ളച്ചാട്ടം. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാട്ടോ. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ, പാമ്പാർ നദിയിലാണ്. ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ, പാമ്പാറാണ്. ഓപ്ഷൻ എ പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് പാമ്പാർ. ഇനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏതാ, കേരളത്തില് കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏതാ, പാമ്പാർ. ഓപ്ഷൻ ബി പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദിയാണ് ഇത് പാമ്പാർ. ഇനി തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി,
തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പാമ്പാർ നദിയിലാണ്. ഇനി പാമ്പാറിന്റെ മറ്റൊരു പേരെന്താ? പാമ്പാറിന്റെ മറ്റൊരു പേര് എന്താ? തലയാറ്. തലയാർ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? പാമ്പാർ. ഇനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാ? കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാ? കബനി നദി അല്ലെ? ഓപ്ഷൻ ബി ആണ് കബനി നദി. നമ്മൾ പറഞ്ഞതാ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് ഏത്? കബനി നദി. അതുപോലെ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്നതാണെങ്കിലോ അത് വളപട്ടണം പുഴ. ഇനി പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതാ? പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതാ? അമരാവതിയാണ്. ഓപ്ഷൻ ഡി അമരാവതി. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഏത്? അമരാവതി. ഇനി OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാ? OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാ? തൂതപ്പുഴയാണ്. ഓപ്ഷൻ എ തൂതപ്പുഴയാണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാ? SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാ? ഇരവഴിഞ്ഞിപ്പുഴയാട്ടോ. ഓപ്ഷൻ ബി ആണ് ഇരവഴിഞ്ഞിപ്പുഴയാണ്.